ആ വാപ്പയോ വരി. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ആർക്കും പറയത്തക്ക അസുഖമൊന്നുമില്ല മോളെ. കലാമിന്റെ കാലിലെ മുറിവൊക്കെ മാറിയോ? അതൊക്കെ മാറി. അനക്ക് സുഖല്ലേ? സുഖാണുപ്പാ. എവിടെ ഐദ്രോസ്? തോട്ടത്തില് പണിക്കാരുണ്ട്, അവിടെ ഉണ്ടാവും. വാപ്പ ഇരിക്കി, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട, ഇക്കിപ്പ ചായ ഒന്നും വേണ്ട മോളെ. ഞാൻ ചിലതൊക്കെ കേൾക്കണ്ടല്ലോ. ഓൻ വേറെ കല്യാണം കഴിക്കാൻ പോവാ? എനിക്കറിയില്ല ഉപ്പ. എന്റെ ഭാഗത്തുനിന്ന് വല്ല പിഴവുണ്ടായ മോളെ? ഞാൻ എന്റെ ജീവന തുല്യം സ്നേഹിക്കണ്ട അയാളെ, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അതിന് കൊടുത്ത മുതല് പോരാൻ തോന്നിണ്ടാവും ഓന്. അതിന് മുതലേ നിങ്ങൾ എവിടുന്ന് എടുത്തുകൊടുക്കാനാ? ആ, ഞാനൊന്ന് കണ്ടു ചോദിക്കട്ടെ. മോളെ, ഓൻ പറയണത് അനുസരിക്കണം കേട്ടോ. ഇത്രത്തൊന്നും പറയാൻ പോരുത്. നമ്മൾ പെണ്ണുകുട്ടിയരല്ലേ, താണ് പോണതാ നല്ലത്. അനക്ക് ഓനോട് എന്തെങ്കിലും ദേഷ്യം തോന്നുമ്പോ വയ്യാതെ കിടക്കണ ഇമ്മാനെ ഓർത്താ മതി. ഓരോരുത്തർ ഗവൺമെന്റ് ജീവനക്കാരന്മാരിയാണ്. ഫാനും കുപ്പായിട്ടിട്ടാണ് കൂലിപ്പണിക്ക് വരല്ലേ. എന്താണിത്? ഇതാരാ? അമ്മോസാക്കേ? അന്റതല്ല, ഹൈദ്രോസിന്റെ. ഒരു അമ്മോസനെ കിട്ടാനുള്ള ഭാഗ്യം നമുക്കില്ലല്ലോ. ഹൈദ്രോസ് എവിടെ? മുതലാളി വള വാങ്ങാൻ പോയതാ. മുതലാളി വളം വാങ്ങാൻ പോയതാ. എങ്ങനിപ്പ എന്ത് വളം ഇടുന്നത്? ആട്ടുംകാട്ടം, കോഴിക്കാട്ടം, പന്നിക്കാട്ടം. ഇതൊക്കെ കാശ് കൊടുത്ത് എന്തിനാണ് അപ്പൊ വാങ്ങണത്? അത് മൂന്നും കൂടി ചേർന്നല്ലേ ഇച്ച്. തെങ്ങിന്റെ മൊറ്റൂടെ ഇങ്ങനെ നടന്നു തെങ്ങ് നല്ലോണം കായ്ക്കൂലേ? ഒത്തടാ, കല്യാണാവാത്ത ഈ ബ്രഹ്മചാരിന്റെ മുഖത്ത് നോക്കിയിട്ടാണോ തന്റെ തമാശ പറയാന്? തമാശ അല്ലേ ഇമാറെ, ഹൈദ്രോസിന് പിടക്കങ്ങനെ ഇച്ചാ. എന്ത് വന്നാലും നിങ്ങൾക്ക് രോമാഞ്ചം വന്നല്ലോ. ഇപ്പൊ എന്താ പൊന്തണില്ലേ? തമാശ പറയേണ്ട കാലമാണമാരെ. എല്ലാത്തിന്റെയും പലിശ നമ്മള് കൂട്ടും. നോക്കി, ഉപ്പ വന്നിരുന്നു. നിങ്ങൾ വേറെ കെട്ടാൻ പോവാ? ഞാൻ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കണില്ലേ? നിങ്ങൾക്ക് പറ്റാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്തിനെങ്കിലും ഞാൻ കുറവ് വരുത്തിയിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അത് ചോദിക്കാനാടി നിന്റെ തന്ത വന്നത്. നമ്മളെ മോൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാ നിങ്ങൾ ചെന്ന് അന്വേഷിക്കൂലേ? ഇന്റെ വാപ്പ 2 കെട്ടി, മൂപ്പർക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ചോര പൊടിയുന്നു പേടിച്ച് പല്ല് പറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അഞ്ച് വെച്ചാൽ 10, 10-ന് 20, 10-ന് 20. കാലടിച്ച കമ്പനിക്ക് വെച്ചോളി. ആർക്കും വെക്കാം. അതാ മലത്തി ആർക്കും വെക്കാം. കാലടിച്ച അത് കാല്, ഇത് കമ്പനിക്ക്. കാലി അടിച്ചാൽ കമ്പനിക്ക്, പോലീസ് പിടിച്ചാൽ പെരടിക്ക്. ആ രോമാഞ്ചം വരുന്നൊന്ന് നോക്കണേ. വിളക്കൂതിയിട്ട് പൈസ വാരിപ്പായും. പരാജയപ്പെട്ടവർക്ക് കാലമാടാ. എന്റെ തോക്കിന്റെ ഒരു ഉണ്ട നിനക്കുള്ളതാടാ. ഞാൻ വെച്ചിട്ടുണ്ട്. ജോർജ്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, ഞങ്ങളുടെ ഓഹരി ഭാഗം കഴിഞ്ഞു. അമ്മച്ചിയുടെ ഓഹരിയുടെ പകുതി ജ്യേഷ്ഠന് കൊടുത്തു. അതുകൊണ്ട് മാസത്തിൽ 15 ദിവസം എൻ്റെ അടുത്തും ബാക്കി 15 ദിവസം അവൻ്റെ അടുത്തും നിൽക്കാനാണ് എഗ്രിമെന്റ്. ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയതാ. അമ്മച്ചിക്ക് മരുന്നൊക്കെ ശരിക്കും കൊടുക്കുമോ? നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യനില വളരെ മോശമാണ്. അതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നോക്കും. ഞങ്ങൾ നിന്റെ അമ്മച്ചിക്കുള്ള മരുന്നുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നീ അവർക്ക് എത്തിച്ചു കൊടുക്കൂ. ഏയ്, ഞാനവൻ്റെ വീട്ടിൽ പോകത്തില്ല. അത് ശരിയാവത്തില്ല. വേണ്ട, നിങ്ങൾ കൊടുക്കണ്ട. ഞങ്ങൾ എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് കൊടുത്തോളാം. വരൂ, നമുക്ക് പോവാം.
എത്ര കാലമായി അസുഖം തുടങ്ങിയിട്ട്? കുറച്ചധികം കാലമായി. എങ്ങനെയാണ് അസുഖം ഉണ്ടായത്? താത്താന്റെ മോള് മരിച്ചന്ന് തുടങ്ങിയതാ. മരിച്ചതല്ല, കൊന്നതാ. എന്താ താത്ത, മുത്തുമോള് നമ്മുടെ വീട്ടിലില്ലേ? നമ്മുടെ വീട്ടിൽ ചെന്നാ അവളെ കാണൂലേ? കാണൂട്ടോ, പേടിക്കണ്ട കേട്ടോ. സിസ്റ്റർ, ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്ത് കുറച്ചു നേരം ആ മുറിയിൽ കിടത്തു. ആ പുതിയ രജിസ്റ്ററിൽ ചേർത്തോളൂ. പറയൂ, എന്താണ് സംഭവിച്ചത്? മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലായിരുന്നു ഞങ്ങൾ ജനിച്ചതും വളർന്നതും. അവിടുത്തെ ഒരു മുതലാളിയായിരുന്നു വാപ്പ. മരക്കച്ചവടമായിരുന്നു വാപ്പയ്ക്ക്. കുറേശ്ശെ വാപ്പയുടെ കച്ചവടം പൊളിഞ്ഞു. കടം കയറി നിക്കക്കള്ളിയില്ലാതായപ്പോ ഞങ്ങളുടെ ബംഗ്ലാവും സ്ഥലവും വിൽക്കേണ്ടി വന്നു. സാധനങ്ങളൊന്നും എടുക്കുന്നില്ലേ? ഓക്ക് ഓഹരി കിട്ടിയ 4 സെന്റ് സ്ഥലമുണ്ട്. അതിൽ നമ്മളൊരു കൂര വെച്ച് കിട്ടി. ഈ പെരുത്ത സാധനങ്ങളൊന്നും അതിൽ കൊള്ളില്ല. കൊള്ളണതൊക്കെ നമ്മൾ എടുത്തേക്കണം. ബാക്കി നമ്മക്ക് വേണ്ട. ഞങ്ങൾ അത്ര വലിയ വീട്ടിൽ ജീവിച്ചങ്ങൾക്ക് ഈ കൂലി കഴിയാൻ മടിയുണ്ട് മക്കൾ. ഈ ബാപ്പാനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ? എന്തെങ്ങൾ പറയുന്നത്? മുതലിന്ന് പോയി നാളെ വരൂല. വാപ്പ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് ഈ കുറി കഴിയാൻ ഒരു വിഷമവും ഇല്ല. വാപ്പ ഞങ്ങളടുത്തുണ്ടായ മാത്രം മതി. ബാപ്പങ്ങളെ വിട്ട് എങ്ങോട്ടും പോകൂല. ആ സമയത്താണ് സലീമാക്കാന്റെ കുടുംബം താത്തയ്ക്ക് ആലോചനയുമായി വന്നത്. സ്വത്തും മുതലും സ്വർണ്ണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ വാപ്പ അവരെപ്പറ്റി അധികം ഒന്നും അന്വേഷിക്കാതെ താത്തയുടെ സലീമാക്കാന്റെയും കല്യാണം നടത്തി. പിന്നെയാണ് അറിഞ്ഞത് അയാളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി താത്തയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്ന്. രണ്ടു 3 വർഷമായി നിങ്ങളോടൊപ്പം പൊറുക്കാൻ തുടങ്ങിയിട്ട്. എന്റെ വാപ്പാന്റെ കണ്ണീര് കണ്ടിട്ട് നാട്ടുകാരുണ്ടാക്കി തന്ന സ്വർണ്ണൊക്കെ കൊണ്ടുപോയി കുടിച്ചു തൊലച്ചു. ഇനി ഈ മാലയും വളയുള്ളൂ. നിങ്ങള് നന്നാവില്ല. നിങ്ങളൊരു മൃഗ. എന്റെ കുട്ടി വലുതാവാണ്. ഓക്ക് വേണ്ടി കരുതിയതാ ഇത്. അതും കൊണ്ടേ നശിപ്പിക്കുകയാണല്ലോ. പഠിച്ചോനെ, ഞാൻ എന്താ കാട്ടുക? എടീ, അന്നെനിക്ക് വിശ്വാസല്ല. അതിന്റെ കുട്ടിയാണോ അത്ര നല്ല പിള്ളയാ. വേണ്ട, വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ എന്ത് സഹിക്കും.
സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തെ സംശയിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ട. എന്താ മോനെ എന്തിനാ കരയുന്നത്? വയ്യ പാപ്പ, എനിക്ക് അയാളെ കൂടെ കഴിയാൻ വയ്യ. ഞാൻ അവിടെ നിന്ന് എന്നെ കുട്ടീനെ അയാൾ കൊല്ലും. എന്റെ കുട്ടീന് എങ്ങോട്ടും പോണ്ട. എന്റെ കുട്ടീന് ഈ ബാപ്പ നോക്കും. എല്ലാ കഞ്ഞിൻ വെള്ളം കുടിച്ച് ഞമ്മക്ക് ഇവിടെ വാ. താത്ത വന്ന് 1 വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം സലീമക്ക താത്തയെ തെരഞ്ഞു വന്നു. ഇളമാന്റെ കുട്ടി കഴിക്കേ. താത്ത, കുട്ടി കഴിക്കണില്ല. എന്തെങ്കിലും പറഞ്ഞ് കഴിപ്പിക്കാൻ നോക്ക്. ഇളമാന്റെ കുട്ടി വാതറക്ക. താത്ത, ഞാനിവിടെ ഇല്ലാത്തോണ്ട് നിനക്ക് അഴിഞ്ഞാടി നടക്കാം. നല്ല സുഖായില്ല. ബാപ്പ ഇവിടെ ഇല്ല, ഇജ്ജ് പോയിക്കോ. നല്ല മനുഷ്യനായി എന്ന് എനിക്ക് വരാൻ പറ്റോ അന്ന് ഇവിടെ കയറിയാ മതി. അതുവരേക്കും ഇങ്ങനത്തെ ഒരു മരുവൻ ഞങ്ങൾക്കില്ല. പോയിക്കോ. അതിന് ഞാനിവിടെ പൊറുക്കാൻ വന്നതല്ല, ഇവിടെ മാലല്ലേ അതെനിക്ക് വേണം. തരൂല. ഓളെ വാപ്പുണ്ടാക്കി കൊടുത്തതേ അനക്ക് കുടിച്ച് കൂത്താടാനല്ല. കൊറേ നശിപ്പിച്ചില്ലേ. മാല നീ തരില്ലടി. വിട് വിട്. താത്താനെ വിട്. മാറണം. വിടടാ എന്റെ കുട്ടീനെ. അന്നെ ഞാൻ വെട്ടി മുറുക്കും. മോളെ, ആ ചേട്ടന്മാരെ വീട്ടിലുണ്ടാവും വാപ്പ. ഈ ചെന്ന് വേഗം വരാൻ പറയും. ഇറങ്ങി പോണെന്റെ വീട്ടിൽ നിന്ന്.